അവന്റെ ബന്ധു ദേഷ്യം വരാതിരിക്കും. എത്ര നേരമായി നോക്ക്. നിൽക്കാണെങ്കിൽ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ദേഷ്യം വരും. ഇങ്ങനൊരു അവസരം നമുക്കുണ്ടാവുമെന്ന് നമ്മൾ കരുതിയിട്ടാണോ? വയസ്സുകാലത്ത് നമുക്കൊരു അംഗീകാരം കിട്ടുക, നമുക്ക് സ്റ്റേജിലെ പരിപാടി കളിക്കാനൊരു അവസരം ഉണ്ടാവുക. ഒന്നെങ്കിലും വേഗം വരും. അന്നനട നടന്നിട്ട് വരിക. കുത്തിരിക്കേണ്ട തള്ളേ. എന്താണ് ഉണ്ണിയമ്മേ തെറ്റിച്ചാരിയെ കൊടുത്തിട്ട് ഇന്നത്തെ പരിപാടി? വെച്ചൊക്കെ നടന്നാ നീങ്ങണ്ടേ? എപ്പ തുടങ്ങിയതാ? അതാ അല്ല കസാര അതിന്റെ ഇട്ടുണ്ണിയമ്മ തരിപ്പല്ലേ നടക്കാൻ പറ്റും. ഞങ്ങളെ ഇവിടെ ഇരുന്നോളി. ഞാനെടുത്തിട്ട് ഇന്നലെ ബാലകൃഷ്ണൻ ഡോക്ടർക്ക് പോയിന് വൈകുന്നേരം കുറച്ച് കൊയമ്പും കുറച്ച് കഷായം തന്നു. സന്ധ്യ ആരംഗപ്പുരം വരാൻ രാത്രി വന്നിട്ട് കഷായം കുടിക്കാനും കൊയമ്പ് തടാല തന്നിന്. കൊയമ്പ് കുടിച്ചു, കഷായം തടി. എന്നിട്ട് പാറാണ്ട് ഇപ്പൊ വന്നിരിക്കണേ. എന്നിട്ട് അതെന്നെ എടുത്തിട്ട് പോരാ. ഇത്ര നേരം എന്നോട് പറഞ്ഞില്ല അപ്പൊ ഈ കഥ. അപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നപ്പോ ഇല്ലാത്ത സങ്കടം ഇല്ല മുപ്പത്തിയാർക്ക്. അല്ല കോയിമ്മ നമുക്കിപ്പോ എന്താ ചെയ്യാ? അല്ല എന്റെ സുഗതാമോങ്ങൾ എന്തെന്നെ ഇങ്ങനെ ഈ കോഴിമ്മ വിളിക്കണേ? അല്ല ഞാൻ എപ്പോഴും പറയില്ലുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴും അത് അറിയില്ല. എല്ലാവരും അങ്ങനെയല്ലേ? അല്ലേ എന്റെ മോന്റെ പേരാണ് കോയാന്ന്. ഇപ്പോഴെങ്കിലും നിങ്ങൾ കേൾക്കേണ്ട ആൾക്കാരുടെ അടുത്ത് വെച്ചിട്ടാ ഞാൻ പറഞ്ഞത്. എന്റെ കുട്ടറെ പേരാണ് കോയാന്ന്. അപ്പൊ കോയടമ്മ എന്ന് പറഞ്ഞു അങ്ങനെ കോയമ്മ എന്നായതാണ്. അല്ല പിന്നെ ഇപ്പൊ എത്ര വെച്ചിട്ടാ പറയില്ല. കോയയുടെ ഉമ്മേ നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോണു? ഇവിടെ ചായ കുടിക്കാൻ ആദ്യം. അതല്ല എന്നാലും ഇതിപ്പോ ചായ കുടിക്കൽ അവിടെ പോയിട്ടുണ്ടാ കാണിക്കാൻ പറ്റണ? ചായ കുടിച്ചിട്ട് വേണം ഒരു ബീഡി വലിക്കാൻ. അതാ തള്ള ഇങ്ങനെ പറയുന്നത്. എന്താ ഒരു പരിപാടി എന്ന് വെച്ചാൽ അത് പറയണം. ചെറുപ്പത്തില് നന്നായിട്ട് കൈകൊട്ടി കളി കളിച്ചിരുന്നു. ഞാൻ ചെറുപ്പത്തില് കൈകൊട്ടി കളിക്കുമ്പോ ഇവള് വന്നിങ്ങനെ നോക്കി ഇല്ലേടിയേ. കൂട്ടില്ല അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരുമ്പോഴേ നമുക്കെല്ലാവർക്കും കൂടിയിട്ട് ഒരു കൈകൊട്ടി കളി കളിച്ചാലോ? അല്ല അപ്പൊ കൈയൊട്ടുമ്പോ ആരാ കളിക്കുക? കയ്യോട്ടായിരുന്നിട്ട് പറ്റും, അല്ലാണ്ട് ഇപ്പൊ കളിക്കാൻ പ്രായമായോണ്ടേ കളിക്കാൻ പറ്റിയ കളിയാ കൈകൊട്ടി കളി. കുമ്മി അടിക്കണ്ടെന്ന് മാത്രം. ഞാനല്ല, ഞാൻ ഇപ്പൊ എന്റെ ഒരു പാട്ട് പാടാച്ചിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കണത്. അല്ല നിങ്ങൾ ഒപ്പന ഞാൻ ചെയ്യില്ല. ഈ മുട്ട തല്ലി വെച്ചിട്ടപ്പോ മണവാട്ടി ശരിയാട്ടോ, അത് ശരിയാട്ടോ കണ്ടുമ്മേ, അത് ശരിയാ. നിങ്ങൾക്ക് ഇങ്ങനെ നല്ല ഒന്നാണ്ട് തട്ടട്ട. നിങ്ങള് സുന്ദരിയാണ്, അതൊക്കെ എന്റെ ആൾക്കാരെ. അതെന്താ അതിപ്പോ ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടേ. അപ്പോഴത്തെ സിനിമയിലത്തെ ഒരു പാട്ടുണ്ടല്ലോ, എന്താണ് ഇതന്നെ, മാണിക്ക മലരായ തോഴി മഹദിയാം ഖദീജ ബീവി മക്കൾ, അങ്ങനെ എന്തൊക്കെ ഉണ്ടായി ഞാൻ എനിക്ക് നോക്കി പഠിച്ചിട്ട് ഞാൻ പാടുന്നുണ്ട്. കിരികിരി ചെരുപ്പും മേലാണഞ്ഞുള്ള പുതുനാരി ഒക്കെ രണ്ടുപേരും അറിയാം. കണ്ട പൂങ്കാറ്റേ കാരക്ക നീ കൊണ്ട് തന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ അതുപോരും കിസ്സ പറഞ്ഞാട്ടെ. അങ്ങനൊക്കെ കൊറേ ഉണ്ട്. അതിപ്പോ എങ്ങനെ വേണമെങ്കിലും കളിക്കാം. അത് ഒപ്പന കുട്ടികളുണ്ടല്ലോ, കുട്ടികൾ കാണിച്ചു തരേ. ഞാൻ പറയാച്ച എല്ലാവരും ഓരോരുത്തരും ഓരോ പാട്ട് അങ്ങോട്ട് പാടിക്കോളും. അങ്ങനെ ഇങ്ങിട്ട് വരി, അവിടുന്ന് ഇങ്ങിട്ട് വരി. അങ്ങോട്ട് പോയി പോയി
കണ്ടാലേ പറ്റുള്ളൂ ഇത് നോക്കി. എന്തേ നിനക്കെന്താ അങ്ങോട്ട് വന്നൂടെ? വേണ്ട. അതേ, നിങ്ങൾ ആ മുത്തശ്ശി ദിന പരിപാടിയിൽ പങ്കെടുക്കാൻ പോകണ്ടോ? ആ ഉണ്ട്, ഞാൻ മുത്തച്ഛല്ലേ. അതെ അതെ, മുത്തശ്ശിയൊക്കെയാണ്. ഓണൊക്കെ കൊള്ളാം. അവിടെ പോയിട്ട് വായ തുറക്കരുത്, കൂടുതൽ വർത്താനത്തോടെ നിൽക്കണ്ട കേട്ടോ. എന്ത് പറയാനപ്പോ അങ്ങോട്ട് വന്ന്? പിന്നെ ഇത് പറയണ്ടേ? ഇത് പറഞ്ഞില്ലെങ്കിൽ അവിടെ പോയിട്ട് എന്താ കാട്ടിക്കൂട്ടാന്ന് എനിക്കറിയാം. അതെ, എനിക്കും പ്യാരിക്കും ഒരു പേരുണ്ട്, ആ പേര് അവിടെ കൊണ്ട് കളയരുത്. ആ നല്ല പേരാ. എന്ത് തള്ളേ നോക്കാത്തവന്മാരെന്ന്. അമ്മേ ഇങ്ങോട്ട് പേര് പറഞ്ഞേക്ക്. എനിക്ക് സമയമില്ല, അവിടെ എല്ലാരും എന്താ അവിടെ പരിപാടി? എന്താണ് അത്? അവിടെ പല പരിപാടി ഉണ്ട്. എന്തേ പറഞ്ഞ ഓർമ്മണ്ടല്ലോ? അമ്മേനെ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ പോയി അടങ്ങിയിരിക്കുക, അവർ തന്നെ സാധനം മേടിച്ചുകൊണ്ട് പോരാ, അത്രേ ഉള്ളൂ. ആ പറയാൻ വേണ്ടി വന്നാ. ഞാൻ ആ സ്നേഹക്കൂടി പോകുമ്പോഴേ നിനക്ക് നല്ല പേര്. ആ സ്നേഹക്കൂട്ടിൽ ഏതെങ്കിലും കൂട്ടിലെ കാട്ടിലെ പോയിക്കോളി. അതന്നെ പോവാൻ. ഞാൻ കേൾക്കൂല. ജന്തുക്കളൊക്കെ എന്തിനുണ്ടാക്കിയത് ഉപദേശിക്കാൻ വേണ്ടി വന്നിക്കോ. ഉപദേശിക്കാൻ എന്താ പറയണ്? എന്താ പറയാ? ഒരു സമാധാനം തരാത്ത രണ്ട് ജന്തുക്കളാണ് എനിക്കുള്ളത്. പറയാണ്ടിരിക്കാനല്ലേ നിങ്ങൾ ഇനിയിപ്പോ മറന്നോളിട്ടാ, മനസ്സിലൊന്നും വെക്കണ്ടാട്ടാ. വണ്ടമ്മേ ശീലായില്ലേ? ഒരു പാട്ടല്ല, ഞാൻ ഒരു 5 പാട്ട്. നിങ്ങൾ പാടിക്കോളി. ആരെ ചോദിക്കാൻ പറ്റുന്നൊന്ന് കാണണല്ലോ. ഞങ്ങളൊക്കെ സംഘഗാനം പാടുന്നുണ്ടെങ്കിൽ ഞാനും കൂടും. ഉണ്ട്, അത് പാടാം. അങ്ങനെ ഞാനങ്ങോ പോവട്ടെങ്ങനെ, അങ്ങനെ ഞാനങ്ങോ പോവട്ടെങ്ങനെ. ഇത് മതി. ശരിയാ. എന്താ ചേട്ടാ, നിങ്ങളെ ക്ലബ്ബ് ഇപ്പൊ മുത്തശ്ശി ദിനം ആഘോഷിക്കുന്നുണ്ടല്ലോ? ഉവ്വാ. ഇല്ലേ? അതെ. ഇനി മുത്തശ്ശിമാരുടെ കലാപരിപാടിയെല്ലാം ഉണ്ടല്ലോ? ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ, അപ്പോൾ അവർക്കെല്ലാം ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ, ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്, മറ്റേ മൊമെൻ്റോ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തേ? ആ ക്യാഷ് പ്രൈസ് അമ്മേൻ്റെ കയ്യിൽ കൊടുക്കണ്ട, അത് എൻ്റെ കയ്യിൽ തന്നാൽ മതി. എന്താ അമ്മേൻ്റെ കയ്യിൽ കൊടുത്താൽ എന്താ കുഴപ്പം? അല്ല, അമ്മക്ക് ഇപ്പോൾ ഒന്നും ഓർമ്മയൊന്നുമില്ല. അമ്മ ഈ ഞാൻ മേടിച്ചൊന്ന് ഡോക്ടറെ അടുത്ത് പോയാൽ മരുന്നിൻ്റെ ചീട്ട് വരെ കീറി കളയുന്നതാണ്. അപ്പോൾ ഈ പൈസ കിട്ടിയാൽ അറിയാണ്ട് കീറി കളഞ്ഞെങ്കിലോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മയുടെ അക്കൗണ്ടിൽ ഇട്ടിട്ട് കൊടുക്കാതെ. അമ്മക്ക് അക്കൗണ്ടൊന്നും ഇപ്പം എൻ്റെ പേരിലെ അക്കൗണ്ട് ഇല്ലോ. സത്യം പറയാം രാഘവേട്ടന് എന്തെങ്കിലും കാശിൻ്റെ അത്യാവശ്യം ഉണ്ടോ ഇപ്പം? എനിക്ക് ലേശം പൈസയുടെ ടൈറ്റാവ്. അത് പറ അത് ഇതിപ്പോ ഞങ്ങളിത് അമ്മമാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആശ അവർക്കേ കൊടുക്കാൻ പറ്റും, അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇല്ല രാഘവേട്ടൻ്റെ പൈസക്ക് അത്യാവശ്യമാണെങ്കിൽ നമ്മളിപ്പോൾ ഉടനെ തന്നെ നമ്മൾ അടുത്ത മുത്തശ്ശന്മാരുടെ ദിനം ആഘോഷിക്കും. അന്ന് ഒരു അപേക്ഷ തന്നാൽ മതി രാഘവേട്ടൻ, അതിൽ ഞങ്ങൾ എന്തെങ്കിലും തരാൻ നോക്കാം കേട്ടാ. ഈ ഐഡിയ ഞാൻ കയ്യിൽ വെച്ചേരാം കേട്ടാ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ക്ലബിൻ്റെ 12ാമത് വാർഷികമാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഈ വാർഷികം നമ്മുടെ പ്രദേശത്തെ പ്രായമായ മുത്തശ്ശിമാരെ ആദരിച്ചുകൊണ്ടാവണം എന്ന് ഇതിൻ്റെ പ്രസിഡന്റ് വന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി. അങ്ങനെ ക്ലബിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മുത്തശ്ശിമാർക്കും, അതുപോലെ തന്നെ ശ്രേഷ്ഠ മുത്തശ്ശി അവാർഡ് നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനും ഒപ്പം ക്ലബിൻ്റെ പ്രസിഡന്റായിട്ടുള്ള മന്മഥനും ബാക്കി നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുകയാണ്. നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല.
ഇനി അടുത്ത പരിപാടികളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. ഒപ്പം ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മൻമഥനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. തവളക്കുഴിയിലെ മുത്തുമണികളായ മുത്തശ്ശികൾ, എനിക്കൊരുപാട് സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. ഈ മുത്തശ്ശിമാരെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരണമെന്നുള്ള എൻ്റെ ഒരു ആശയം അത് സാക്ഷാത്കരിക്കാനായിട്ട് എന്നെ ഏറെ സഹായിച്ച നമ്മുടെ ഈ ക്ലബിൻ്റെ രക്ഷാധികാരിയായ സത്യേട്ടനെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. പക്ഷെ മുത്തശ്ശിയുടെ സ്നേഹവും വാത്സല്യവും എനിക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മുത്തശ്ശി പോയി. പക്ഷെ ആ കുറവ് ഇന്നിപ്പോൾ ഈ ഇരിക്കുന്ന അമ്മമാരെ മുത്തശ്ശിമാരെ നിങ്ങളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷം കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല. ഒരുപാട് സംസാരിച്ച് നീട്ടാനുള്ള സാഹചര്യമില്ല. കാരണം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇത് കഴിഞ്ഞ് ഇനിയും ഒന്നോ രണ്ടോ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് ഈ ചടങ്ങിൽ ഈ മുത്തശ്ശിമാരിൽ നിന്നും ഒരു മുത്തശ്ശിയെ തിരഞ്ഞെടുത്ത് ശ്രേഷ്ഠ മുത്തശ്ശി എന്ന് പറയുന്ന ഒരു പദം നൽകി നമ്മൾ അവരെ അംഗീകരിക്കുന്നതാണ്. അല്ല, എല്ലാവരും ശ്രേഷ്ഠരാണ്, നിങ്ങൾ ആരുമല്ല. ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നിന്നും അവർക്കൊരു വ്യത്യസ്തത ഉള്ളത് കൊണ്ട് ഒരാളെ ശ്രേഷ്ഠ മുത്തശ്ശിയായിട്ട് തന്നെ എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം നമ്മൾ ആദരവും ഇതെല്ലാം തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സന്തോഷത്തോടെ ഏറ്റുവാങ്ങുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കലാപരിപാടികളുണ്ട്, പിന്നെ ഭക്ഷണമുണ്ട്, അതെല്ലാവരും ഉണ്ടാവണം. പിന്നെ നമുക്ക് ഈ ശ്രേഷ്ഠ മുത്തശ്ശി ഈ പദം അതിൻ്റെ മൊമെൻറ്റോ ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്ലബിൻ്റെ രക്ഷാധികാരിയായ സത്യേട്ടനാണ്. അത് സത്യേട്ടൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് സമർപ്പിക്കുന്നത്. അതിന് അദ്ദേഹത്തിനൊരു വലിയ കൈയ്യടി. അപ്പോൾ നമുക്ക് പ്രസിഡന്റിന് തിരക്കുള്ളത് കൊണ്ട് തന്നെ ആദ്യം ആ ശ്രേഷ്ഠ മുത്തശ്ശിയെ തിരഞ്ഞെടുത്ത് ആ മൊമെൻറ്റോ നൽകുന്നതാണ്. ആ ചടങ്ങിലേക്ക് കടക്കാം. അപ്പോൾ പേര് പ്രസിഡന്റ് ഇതൊന്ന് ആ പേര് വായിക്കണം. ഇത്തവണ ശ്രേഷ്ഠ മുത്തശ്ശി പദം അലങ്കരിച്ചിരിക്കുന്നത് കഞ്ഞിക്കുഴി വീട്ടിൽ മണ്ടോദരിയമ്മ. അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി മണ്ടോദരിയമ്മയെ ക്ഷണിക്കുന്നു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇത് മേടിക്കണതിന് മുമ്പ് അല്ല, അമ്മയ്ക്ക് എന്തോ രണ്ട് വാക്ക് എല്ലാവരോടും പറയണമെന്ന്. അല്ല, അത് വാങ്ങിട്ട് പോരെ. അല്ല, നമ്മുടെ അമ്മയ്ക്ക് അവാർഡ് വാങ്ങുന്നതിന് മുമ്പ് രണ്ട് വാക്ക് നിങ്ങളോടൊക്കെ പറയാനുണ്ട്. ഓ, സന്തോഷം. ആയിക്കോട്ടെ, സന്തോഷം. ഞാൻ പിടിച്ചോളാം. എല്ലാവർക്കും നമസ്കാരം. സമ്മാനമൊക്കെ നല്ലതാ, പക്ഷേ എനിക്ക് വേണ്ട. അത് എനിക്കറിയില്ലായിരുന്നു ഈ സമ്മാനമൊക്കെ സത്യനാ കൊടുക്കണേന്ന്. സത്യന്റെ അമ്മയുടെ പേരിൽ ഒരു സമ്മാനം എന്ന് കേട്ടപ്പോ എനിക്ക് ചിരിയാ വന്നത്. ജീവിച്ചിരുന്ന സമയത്ത് അവരൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവര് കരയണ ഞാൻ കണ്ടിട്ടുണ്ട്. വയ്യാതെ
വർഷങ്ങളോളം അവരവിടെ കിടന്നു. ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അയൽപക്കത്തെ ആൾക്കാരും അവിടുത്തെ മെമ്പറൊക്കെ ആയിരുന്നു മരുന്നൊക്കെ കൊണ്ട് കൊടുത്തതേ. ഞാൻ കൊടുത്തിട്ട് കഞ്ഞി അവൻ നോക്കാനിട്ട് ആ അമ്മ കരയണ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോ ഇതിന്റെ ഒരു ശതമാന സ്നേഹം അവർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് എന്തിനപ്പോ ഇത് എനിക്ക് വേണ്ട. ഞാൻ അത് മേടിക്കണോ? വേണ്ട, മേടിക്കരുത്. ശരി, ഞങ്ങൾ ആരും ഓർത്തില്ല. ഞങ്ങളുടെ മനസ്സിലെന്തുണ്ടായല്ലോ. എനിക്കത് വേണ്ട. സത്യം മേടിക്കണ്ട, കയ്യടിച്ചോളി. അസലേ നമ്മള് പറഞ്ഞോ. എന്തായാലും അതെന്ത് എന്തിനെ പിരിക്ക് മേടിച്ചാളി. സമ്മാനം മേടിക്കാന് എന്ത് കണ്ടിട്ടായിരിക്കണ പോരൻ്റെ ഒരു പോന്നോളി. നാമല്ലേ ഇതൊക്കെ മേടിച്ചിട്ടിരിക്കാന്. കണ്ടോരുതമ്മ പറഞ്ഞ തന്നെ ശരി. ഈ തള്ളയുടെ എണിച്ചു പോന്ന് ക്യാഷ് പ്രൈസ് ഉണ്ട്.